ആറാട്ടുപുഴ പൂരത്തിന്റെ കൈപ്പന്തങ്ങൾക്കുള്ള തുണി ഒരുക്കി തുടങ്ങി. തിരുപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന 200 കിലോ തുണി മന്ദാരക്കടവിൽ വെച്ച് പുഴുങ്ങി അലക്കുന്ന പണികളാണ് ആരംഭിച്ചത്. വലിയ 2 ചെമ്പുകളിൽ കാരവും സോപ്പും ഉപയോഗിച്ച് പുഴുങ്ങിയ തുണികൾ കൽപ്പടവുകളിൽ തല്ലിത്തിരുമ്പി തുണിയിലെ കഞ്ഞിപ്പശ ഒഴിവാക്കുന്ന പ്രവൃത്തികളാണ് തുടങ്ങിയത്. ഇത്തരം തുണികൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന കൈപ്പന്തങ്ങൾ കൂടുതൽ തെളിമയോടെ കൂടുതൽ സമയം കത്തും. തുണികൾ ക്ഷേത്രമുറ്റത്തിട്ട് ഉണക്കി സൂക്ഷിക്കും. ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 100ഓളം യുവാക്കളാണ് ഇതിൽ പങ്കാളികളായത്. 2 ഒറ്റപ്പന്തങ്ങളും 2 മുപ്പന്തവും 18 ആറുനാഴി പന്തങ്ങളുമാണ് ആറാട്ടുപുഴ ക്ഷേത്രത്തിലുള്ളത്. ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര വിളക്കിനാണ് ആദ്യമായി പന്തം കത്തിക്കുന്നത്. തുടർന്ന് പെരുവനം പൂരം, ആറാട്ടുപുഴ തറക്കൽ പൂരം, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിലും പന്തം കത്തിക്കും. 1443ാമത് ആറാട്ടുപുഴ പൂരം ഏപ്രിൽ 9-നാണ് സമുചിതമായിട്ട് ആഘോഷിക്കുകയാണ്. ആ പൂരത്തിനുള്ള കൈപ്പന്തത്തിനുള്ള തുണിയാണ് ഇപ്പോൾ മന്ദാരക്കടവിൽ വെച്ച് പുഴുങ്ങി അലക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ആറാട്ടുപുഴ ശാസ്താവിൻ്റെ തിരുവാതിര വിളക്ക്, പെരുവനം പൂരം, തറക്കൽ പൂരം, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിലാണ് കൈപ്പന്തങ്ങൾ പിടിക്കുന്നത്. എഴുന്നള്ളി നിൽക്കുന്ന ശാസ്താവിൻ്റെ തിരുമുമ്പിൽ ആദ്യം ഒറ്റപ്പന്തവും അതിന് പിന്നിലെ മുപ്പന്തവും, മുപ്പന്തത്തിൻ്റെ ഇരുവശങ്ങളിലുമായി 6 നാഴി പന്തങ്ങളുമാണ് സാധാരണ പിടിച്ചു വരുന്നത്. ഈ 6 നാഴി കൈപ്പന്തത്തിൻ്റെ ഒരു നാഴി ചുറ്റി തയ്യാറാക്കുന്നതിന് 1/2 കിലോ തുണി വേണം. തിരുപ്പൂരിൽ നിന്നാണ് ഈ തുണി കൊണ്ടുവരുന്നത്. കോട്ടൺ തുണിയാണ്. കോട്ടൺ തുണിയിലെ കഞ്ഞിപ്പശ ഇവിടെ പുഴുങ്ങി അലക്കി പച്ചപ്പട്ട കൊണ്ട് മന്ദാരക്കടവിലെ കൽപ്പടവുകളിൽ വെച്ച് തല്ലി ആ പശ കളഞ്ഞിട്ട് ഇനി ആറാട്ടുപുഴ ക്ഷേത്രത്തിന് മുൻവശത്ത് ഇട്ട് ഉണക്കി തയ്യാറാക്കും. ഈ തുണിയാണ് കൈപ്പന്തം ചുറ്റാനായിട്ട് ഉപയോഗിക്കുന്നത്. ശാസ്താവിന്റെ തിരുമുൻപിൽ ഒറ്റപ്പന്തവും അതിനു പിന്നിലായി മുപ്പന്തവും, മുപ്പന്തത്തിന് ഇരുവശങ്ങളിലുമായി 6 നാഴി പന്തങ്ങളുമാണ് പിടിക്കുക. ഓടിൽ തീർത്ത പന്തത്തിന്റെ നാഴികൾ ഓരോ വർഷവും പോളിഷ് ചെയ്യും. മുല്ലുമുട്ടിന്റെ ആകൃതിയിൽ പന്തങ്ങൾ ചുറ്റുന്നതിനായി 1 നാഴിക്ക് 1/2 കിലോ തുണി വേണ്ടിവരും. വെളിച്ചെണ്ണയിലാണ് പന്തം കത്തിക്കുന്നത്. ആദ്യകാലത്ത് വൃശ്ചികത്തിൽ വെളിച്ചെണ്ണ ആട്ടി വലിയ ഭരണികളിലാക്കി നെല്ലിട്ട് സംഭരിച്ച് വെക്കാറുണ്ടായിരുന്നു. ഇതിൽ നിന്നും തെളിഞ്ഞു കിട്ടുന്ന വെളിച്ചെണ്ണയാണ് പന്തം കത്തിക്കാൻ ഉപയോഗിക്കാറ്. ഊരകം MS ഭരതന്റെ നേതൃത്വത്തിൽ ആറാട്ടുപുഴ ക്ഷേത്ര പത്തായപുരയിൽ വെച്ചാണ് കൈപ്പന്തങ്ങൾ ഒരുക്കുക. കൊടിയേറ്റം ഏപ്രിൽ 3-നും, തിരുവാതിര വിളക്ക് ഏപ്രിൽ 5-ന് വെളുപ്പിനും, പെരുവനം പൂരം ഏപ്രിൽ 6-നും, ആറാട്ടുപുഴ തറക്കൽ പൂരം ഏപ്രിൽ 8-നും, ആറാട്ടുപുഴ പൂരം ഏപ്രിൽ 9-നുമാണ് നടക്കുക.